രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. 14 വർഷം കഴിയുമ്പോഴേക്കും ശ്രീരാമചന്ദ്രൻ മടങ്ങി വന്ന് തന്നെ വന്ദിക്കുന്നത് കാണാൻ, ആ മുഹൂർത്തം ദർശിക്കാൻ, അത് അനുഭവിക്കാൻ ആഗ്രഹിച്ച് രാമന്റെ ധാർമ്മിക കർമ്മ ആചരണത്തിന് വേണ്ടിയിട്ട് ആ അമ്മ അവിടെ നിന്നിട്ട് യാത്രയാകാൻ അനുവദിക്കുന്നു. അഭിവാദ്യതു കൗസല്യാം, 26ാമത്തെ സർഗത്തിലേക്ക് കയറുകയാണ്. അഭിവാദ്യതു കൗസല്യാം രാമ സംപ്രസ്ഥിതോ വനം. കൗസല്യാദേവിയെ അഭിവാദനം ചെയ്ത് നമസ്കരിച്ച് ശ്രീരാമചന്ദ്രൻ അവിടെ നിന്ന് കാട്ടിലേക്ക് പോകാനുള്ള തന്റെ യാത്ര ആരംഭിക്കും. ലക്ഷ്മണൻ കൂടെയുണ്ട്. ഇനി രാമന് കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ ഈ അയോധ്യയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അമ്മ മംഗളങ്ങളെല്ലാം രാമന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, രാമനെ അനുഗ്രഹിച്ചു. രാമൻ അവിടെ നിന്നിട്ട് നേരെ പുറപ്പെട്ടിട്ട് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് തന്റെ തന്നെ കൊട്ടാരമാണ്. ഇനി തനിക്ക് ഒരു പ്രധാനപ്പെട്ടതായ കർത്തവ്യമുണ്ട്. തന്റെ അർദ്ധാംഗിനി സീതയാണ്. ശരീരത്തിന്റെ നേരുപകുതി, മനസ്സിന്റെ, പ്രാണന്റെ, ആത്മാവിന്റെ നേരുപകുതി സീതയാണ്. സീതയെ ജനക മഹാരാജാവ് തന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചതാണ്, തന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച്, ഗുരുവിന്റെ മുന്നിൽ വെച്ച്. അപ്പോൾ തനിക്ക് വലുതായൊരു ചുമതലയുണ്ട്. ആ ചുമതല താൻ നിറവേറ്റണം. അതിന് സീതയെ കാണണം, സീതയോട് ഈ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കണം, സീതയെ സമാധാനിപ്പിക്കണം. സീത എങ്ങനെയാണ് ആ കൊട്ടാരത്തിൽ കഴിയേണ്ടത് എന്ന് സീതയോട് പറയണം. 14 വർഷം കഴിയുമ്പോഴേക്കും താൻ എത്തിക്കൊള്ളാമെന്നും സീതയ്ക്ക് ഉറപ്പ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് രാമൻ നേരെ അങ്ങോട്ട് പോവാണ്. പ്രവിവേശാധ രാമസ്തു സുവേശ്മ സുവിഭൂഷിതം. രാമൻ തന്റെ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു വളരെ വേഗത്തില്. ആ കൊട്ടാരം അങ്ങേയറ്റം വിഭൂഷിതമാണ്, അലങ്കൃതമാണ്. എന്താ, രാമന്റെ യുവരാജ്യാഭിഷേകം നടക്കുന്ന സമയമാണല്ലോ ഇത്. ആരും അറിഞ്ഞിട്ടില്ല. ഈ നടന്നതായ കാര്യങ്ങളൊന്നും വാൽമീകി നമുക്ക് പറഞ്ഞു കേൾപ്പിച്ചു തന്നുകൊണ്ട് നമ്മൾ അറിയുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും അതിനകത്ത് ആ കൊട്ടാരത്തില് ആഹ്ലാദം അലയടിക്കുകയാണ്. അതേപോലെ രാജവീഥികളിലും ആഹ്ലാദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം, അപ്പോഴേക്കും അഭിഷേകത്തിന്റെ മുഹൂർത്തമാവും. ആ കൊട്ടാരം അങ്ങേയറ്റം അലങ്കൃതമാണ്. രാമന്റെ ആ അഭിഷേക മുഹൂർത്തത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന എല്ലാ വിഭൂഷകളും ആ കൊട്ടാരത്തിൽ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുള്ളത്? പ്രഹൃഷ്ട ജനസമ്പൂർണം. ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. സുഹൃത്തുക്കൾ, ബന്ധുജനങ്ങൾ, എല്ലാവരും, നാട്ടുകാര്, അവരങ്ങേറ്റം സന്തുഷ്ടരാണ്. അങ്ങനെയുള്ള ജനങ്ങളെ കൊണ്ട് നിറഞ്ഞതായ തന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് രാമൻ പ്രവേശിച്ചു. എന്തിനാ? സീതയുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുമ്പോ രാമന്റെ മുഖത്തിൽ ഒരു മാറ്റം വന്നു. ഇതുവരെ കൈകേയി കാനനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് ഇതുവരെ രാമന് യാതൊരു മാറ്റവും മുഖത്ത് കാണപ്പെട്ടില്ല. എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം അങ്ങേറ്റം പ്രസന്നമാണ്. ആ പ്രസന്നതയ്ക്ക് ഒരു കുറവും വന്നില്ല. വാൽമീകി പല സന്ദർഭങ്ങളിൽ നമ്മെ കേൾപ്പിക്കുന്നത് നാം അറിഞ്ഞതുമാണ്. പക്ഷെ ഇങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേക്കും ഹ്രിയാ കിഞ്ചിത് അവാങ്മുഖ, അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പം ലജ്ജ ബാധിച്ചു. എന്നിട്ട് അല്പം മുഖം കുനിഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ മുഖത്ത് അല്പം പ്രകടമാണ് ആ ലജ്ജയുടെ ഭാവഭേദം. അതുമായിട്ടാണ് രാമൻ അങ്ങ് അവിടേക്ക് പ്രവേശിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ കയറി വരുന്നു.
നേരത്തെ അച്ഛന്റെ കൊട്ടാരത്തിലേക്ക്, അച്ഛൻ ഇരിക്കുന്ന കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് സുമന്ത്രർ വന്ന് വിളിച്ചുകൊണ്ടുപോയതാണ്. സമയം കുറച്ച് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇതാ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. അപ്പോഴേക്കും സീത അവിടെ ആ സമലങ്കൃതമായിട്ടുള്ള സിംഹാസനത്തിൽ ഇരിക്കായിരുന്നു. സീത ഉടനെ തന്നെ സമുത്പത്യ വേപമാനാച ദമ്പതിം, പെട്ടെന്ന് ചാടി എണീറ്റു. രാമന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എങ്ങനെ? വിറയ്ക്കുന്നവളായിട്ട്. കാരണം എന്താണ് കാര്യങ്ങളെന്ന് അറിയില്ല. രാമനിതാ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരുന്നു. അപ്പോ വിറച്ചുകൊണ്ട് ഓടി വരികയാണ്. ഇത്ര പെട്ടെന്ന് രാമൻ ആ അഭിഷേകത്തിന് തൊട്ടു മുമ്പുള്ളതായ നിമിഷത്തിൽ ഇങ്ങനെ വരുമ്പോ സീതയ്ക്ക് എന്തെന്തൊക്കെയൊക്കെ മാനസികമായ ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നു. അപ്പൊ സീത കണ്ടു, അപശ്യത് ശോകസന്തപ്തം ചിന്താ വ്യാകുലിതേന്ദ്രിയം. കണ്ട രാമൻ ഇങ്ങനെയാണ്, ദുഃഖം കൊണ്ട് മുഖം മ്ലാനമായിരിക്കുന്നു. അതേപോലെ തന്നെ ദുഃഖചിന്തകളാൽ അദ്ദേഹത്തിന്റെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്നുള്ളതായ ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ അല്ലാത്ത സമയത്ത് എത്ര കണ്ട് ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു, അതേപോലെ പ്രവർത്തിക്കുന്നില്ല. മറ്റത് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് എല്ലാ ദൃശ്യങ്ങളെയും കാണുകയും എല്ലാ ശബ്ദങ്ങളെയും കേൾക്കുകയും ഒക്കെ ആയിരുന്നല്ലോ രാമന്റെ രീതി. ഇപ്പൊ അതെല്ലാം തൽക്കാലം മന്ദീഭവിച്ചിരിക്കുന്നു. അങ്ങനെ സീത ഓടി അടുത്തു വരുമ്പോഴേക്കും താം ദൃഷ്ട്വാ സഹി ധർമാത്മാ ന ശശാക മനോഗതം. സീതയെ കണ്ടപ്പോ ധർമാത്മാവായ രാമന് തന്റെ മനസ്സിലുള്ളതായ ചിന്തകളെ പരിപൂർണമായിട്ടും ഒളിച്ചു വെക്കാനായിട്ട് സാധിച്ചില്ല. തം ശോകം രാഘവസ്സോഠും തതോ വിവൃതതാം ഗതഃ. ആ ശോകത്തെ, മനസ്സിൽ നിറഞ്ഞതായ ശോകത്തെ രാമന് സഹിക്കാനായില്ല. അത് മുഖത്ത് പ്രകടമായി തീരുകയും ചെയ്തു. എന്താ രാമനുണ്ടായതായ ശോകം? ഇനി കുറെ കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ അത് വ്യക്തമായി തീരും. താൻ കാനനത്തിലേക്ക് പോവാണ്. സീത കൊട്ടാരത്തിലും പാർക്കണം. അങ്ങനെ സീതയെ കൊട്ടാരത്തിൽ നിർത്തിയിട്ട് പോകുമ്പോഴേക്കും അത് സീതയ്ക്ക് സഹിക്കാനാവില്ല. ഒരു നിമിഷം പോലും രാമനെ പിരിഞ്ഞിരിക്കാൻ സീതയ്ക്ക് ആവില്ല. രാമന് അത് നന്നായി അറിയാം. താൻ എങ്ങനെ ഈ വൃത്താന്തം സീതയോട് പറയും? ഇതായിരുന്നു രാമന്റെ ഉള്ളിലെ ദുഃഖം. 14 വർഷത്തേക്ക് പിരിഞ്ഞ കാട്ടിലേക്ക് പോകുന്നു. അപ്പോ എങ്ങനെ ഇത് പറയും? എങ്ങനെ സീതയുടെ ദുഃഖത്തെ ദൂരീകരിക്കും? എങ്ങനെ സീതയെ അനുനയിക്കും? ലക്ഷ്മണനെ അനുനയിച്ചു, അതേപോലെ തന്നെ കൗസല്യയെ അനുനയിച്ചു. അതേപോലെയല്ല സീതയെ അനുനയിക്കാൻ ശ്രമിക്കുന്നത്. സീത തന്റെ മനസ്സിന്റെയും ബുദ്ധിയുടെയും പ്രാണങ്ങളുടെയും ആത്മാവിന്റെയും നേര് പകുതിയാണ്. അതുകൊണ്ട് സീതയെ ധരിപ്പിച്ച്, സീതയെ സമാധാനിപ്പിച്ചിട്ട് എങ്ങനെ പോകും എന്നുള്ളതായ ചിന്ത, അതാണ് രാമന്റെ മനസ്സിൽ ലജ്ജയായി, ശോകമായി പിടികൂടിയിരിക്കുന്നത്. ആ ശോകം പ്രകടമാവുകയും ചെയ്തു. വിവർണ വദനം ദൃഷ്ട്വാ, ശ്രീരാമചന്ദ്രന്റെ മുഖം ആകെ വിളറിപ്പോയിരിക്കുന്നു. തം പ്രസ്വിന്നം അമർഷിണം, രാമൻ വിയർക്കുന്നുണ്ട്. അതേപോലെ തന്നെ രാമന്റെ മനസ്സിൽ ഇങ്ങനെ പല പ്രകാരത്തിലുള്ളതായ ഭാവങ്ങൾ നിറയുന്നുണ്ട്. അപ്പോ സീതയ്ക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. ആഹ ദുഃഖാഭിസന്തപ്ത കിമിദാനീമിതം പ്രഭോ. സീത ചോദിച്ചു. എങ്ങനെ? രാമന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ദുഃഖിതയായ സീത ചോദിച്ചു, അല്ലയോ പ്രഭോ, ഇപ്പോൾ ഈ അവസരത്തില് ഈ പ്രകാരത്തിൽ അതെങ്ങനെ സംഭവിച്ചു എന്ന് സീത ചോദിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് സീതയ്ക്കറിയില്ല. രാമന്റെ മനസ്സ് ഇങ്ങനെ ദുഃഖിതമായി തീരാനുള്ള കാരണം സീതയ്ക്ക് മനസ്സിലായിട്ടില്ല. രാമന്റെ മുഖത്ത് ഈ മ്ലാനത വന്നു ചേരാനുള്ള കാരണം മനസ്സിലായിട്ടില്ല. ഏത് സാഹചര്യത്തിലും സന്തോഷപൂർണമായിരിക്കുന്ന മുഖം ഇപ്പോഴിതാ മ്ലാനമായി തീർന്നിരിക്കുന്നു. കൈകേയിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മ്ലാനത വന്നില്ല. കൗസല്യ ഏറെ നിർബന്ധിച്ചിട്ടും യാതൊരു മ്ലാനതയും വന്നില്ല. ലക്ഷ്മണൻ ക്രോധിച്ചിട്ടും മ്ലാനത വന്നില്ല. ഇപ്പോഴിതാ സംഭവിച്ചിരിക്കുന്നു. ഈ സംഭവങ്ങളൊന്നും സീത അറിഞ്ഞിട്ടുമില്ല. അല്ലയോ രാമ,
ഇപ്പോഴ് പൂയൻ നക്ഷത്രമാണ്. ചന്ദ്രൻ പൂയൻ നക്ഷത്രത്തോട് ചേരുന്നതായ സമയം ഏറ്റവും പവിത്രമായ സന്ദർഭമാണ്, അഭിഷേകത്തിനുള്ള മുഹൂർത്തമാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്നവരായ ആളുകൾ, ജ്യോതിശാസ്ത്രം പഠിച്ച പണ്ഡിതന്മാര് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? അല്ലയോ രാമ, അങ്ങയുടെ തലയ്ക്ക് മുകളിൽ രാജകീയമായിരിക്കുന്ന ആ കുട, വെൺകൊറ്റ കുട കാണപ്പെടാത്തത്? രാമൻ വരുമ്പോഴേക്കും രാജാവാണ് രാമൻ. യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം രാജകുമാരനുമാണ്. രാജകീയമായിട്ടുള്ള എല്ലാ ചിഹ്നങ്ങളോടും കൂടിയിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ വരവ്. അതൊരു എഴുന്നള്ളത്താണ്. സുമന്ത്രർ വന്ന് വിളിച്ചുകൊണ്ട് കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴേക്കും അതിഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിരുന്നു അത്. ആ ഘോഷയാത്ര നാം കണ്ടു. ഇപ്പോഴിതാ രാമൻ ഏകനായി, പിന്നാലെ ലക്ഷ്മണൻ മാത്രം. തലയ്ക്ക് മുകളില് കുടയില്ല, രാജകീയമായ മുത്തുക്കുടയില്ല. അതേപോലെ ആലവട്ടമില്ല, വെഞ്ചാമരങ്ങൾ ഇല്ല, അത് പിടിക്കാൻ ആളുകളില്ല. രാമന് മംഗളം പാടാനായിട്ട് സ്തുതിപാഠകന്മാരില്ല, വാദ്യമേളങ്ങളില്ല, ആർഭാടമില്ല. കൊട്ടാരത്തിന്റെ നടയില് രാമനോടൊപ്പം രാമനെ അകമ്പടി സേവിച്ച് വന്നു ചേർന്ന ആനകളില്ല, കുതിരകളില്ല, രഥങ്ങളില്ല, സൈനികരില്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ അഭിഷേകത്തിന്റെ ഈ മുഹൂർത്തത്തില് രാമൻ ഇങ്ങനെ വരുന്നത് സീത വളരെയേറെ ദുഃഖത്തോടു കൂടിയിട്ട് ചോദിക്കുകയാണ്. ഇതൊന്നൊന്നായിട്ട് സീത ചോദിക്കുന്നു, ഇത് ഓരോന്നും അല്ലയോ രാമ, എന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത്? യുവരാജാവായിട്ട് അഭിഷേകം കഴിക്കുമ്പോൾ അതിനു മുമ്പും ഇതെല്ലാം ഉണ്ടാകേണ്ടതാണല്ലോ, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ട്? സീത ചോദിക്കുന്നു.